മുൻപ് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ സ്വന്തം സിനിമാ കുടുംബമായ മാജിക് ഫ്രെയിംസിൻ്റെ എല്ലാമായ ലിസ്റ്റിൻ ചേട്ടൻ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഗുഡ് മോർണിംഗ്. കുറച്ച് താമസിച്ചു, നമ്മൾ 10:30 എന്ന് പറഞ്ഞ സമയം പറഞ്ഞത് കുറച്ച് താമസിച്ചു. കാരണം ഏതൊരു പടമൊക്കെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് കാലമായിട്ട് നടുവേദന കാലുവേദനയൊക്കെ ഇങ്ങനെ വരാറായിട്ടുണ്ട്. അപ്പോൾ ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങുന്നുള്ളത് ഒരാളുടെ ഉപദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി. അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത്. ബീച്ചേട്ടൻ വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഞങ്ങളത് നേരെ തിരിച്ചായിരുന്നു. ബീച്ചേട്ടൻ വന്നിട്ട് ബാക്കി കുറേ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ബീച്ചേട്ടൻ്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങണ്ടാ എന്നുള്ളതൊക്കെ ഉണ്ട്. പുള്ളി എല്ലാത്തിനും അതിനും മറുപടി തരുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ കുറേ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു. കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ആളുടെ ഒരു സന്തോഷം. ഞാനൊക്കെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒഴിവരുന്ന 2 ബസ് ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പൂജ കൂടാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഒരു ഡയറക്ടറെ പുതിയ തുടക്കമാണ്. അപ്പോൾ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ 32, 36, 37 ഡിസോർഡറായിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാകാനായിട്ട് ബിജു ചേട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിൻ്റെ ഓർഡർ തെറ്റിച്ചത്. പക്ഷേ കുറേ നാൾ കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുറേ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ 6, 6:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരും. ഇങ്ങനെ എന്താ എൻ്റെ സിനിമയുടെ കാര്യം. അപ്പം എനിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് മിക്കവാറും എന്നെ തന്നെ തട്ടിക്കളയാനായിട്ടൊരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം ഇത് താമസം എടുത്തപ്പോഴത്തേന്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത സിനിമയിൽ ദിലീപേട്ടൻ്റെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറായി മാറി. ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നു ഈ ഡയറക്ടറാണ്. പക്ഷേ ഈ ഡയറക്ടറുടെ സിനിമ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ബിജേട്ടനോട് ഞാനിത് ഷെയർ ചെയ്തപ്പം ബിജേട്ടൻ ഞാൻ പറഞ്ഞു, ബിജേട്ട സുഗമമായിട്ടുള്ളൊരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ബിജു ചേട്ടനും അത് ബോധ്യപ്പെട്ടുകൊണ്ടിട്ടാണ് നാളെ മുതൽ ഈ സിനിമ ആരംഭിക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു ബിജേട്ട. ബിജേട്ടനും ജീവനും പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വളരെയധികം സന്തോഷം. ഒരുപാട് നല്ല ക്രൂസാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇപ്പോൾ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർക്ക് പുതിയതാണെങ്കിലും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ടെക്നീഷ്യന്മാരായിട്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഓരോ ആർട്ടിസ്റ്റും ഒരു ചെറിയ റോൾ ചെയ്യുന്നത് പോലും നല്ല കഴിവുറ്റ മികവുറ്റ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. വിനീത് ഫോർട്ട് ആയിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, പിന്നെയുണ്ട് ബിൻസി ചെയ്യുന്ന ക്യാരക്ടർ. കുറേ എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടിട്ട് ഒരുപടി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിലമതിച്ച അഭിനയമാണ് ഈ സിനിമയെ അമ്പിച്ച് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിവേ, ഈ ചടങ്ങിലേക്ക് ഇന്ന് രാവിലെ 10 മണിയാകുമ്പോൾ വരാനായിട്ട് തന്നെ മനസ്സ് കാണിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കയ്യടി കൊടുത്തുകൊണ്ട് ജോസഫ് ഫിജീഷിനെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചേട്ടനെയും ലിസ്റ്റിൻ ചേട്ടനെ ഞാനൊന്ന് ഒരു ബന്ധുജീവൻ തെളിക്കുന്നതിന് വേണ്ടി
ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം മാജിക് ഫ്രെയിംസിന്റെ സ്വന്തം ബിജു ചേട്ടനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബിജുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിലുപരിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പോടെ നാളെ സിനിമ തുടങ്ങുകയാണ്. എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം സ്നേഹവും സന്തോഷവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നന്ദി. എൻ്റെ സംസാരത്തിൻ്റെ ഫാമിലിയാണ്. ലിസ്റ്റിൻ ഒരു ബ്രദറാണ് ബിജുചേട്ടൻ. ഞാൻ ഈ സിനിമയിലില്ല, പക്ഷേ മലയാളം കുറേ നാളായിട്ട് ചെയ്തിട്ടില്ല. തമിഴും തെലുങ്കൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്ത് മടുത്ത് ഇനി കുറച്ച് നാൾ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് പരിപാടി പഠിക്കാനുള്ള പരിപാടി. സോ ഈ ടീമിലെ എല്ലാവരും, ഗണപതി, വിനയ് ഫോർട്ട്, ഇതിലെല്ലാം എല്ലാ പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വിനയ് ഫോർട്ടിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിനയ് ഫോർട്ട് ഈ ചിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിസ്റ്റിനെ മുതലാളി എന്ന് വിളിക്കുന്നത് കാര്യം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റിൻ്റെ, എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6ാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ. താങ്ക് യു ലിസ്റ്റിൻ. അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല. കാര്യം അമൽ വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമൽ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. ഇതിൽ പങ്കാളിയാകുവാൻ എനിക്കും സാധിച്ചതിൽ സന്തോഷമുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ, ബിജുമേനോൻ്റെ ഈ പുതിയ സംരംഭത്തിന് ഗരുഡൻ എങ്ങനെ സൂപ്പർ ഹിറ്റായി വിജയമായോ അതിലും വലിയ ഉപരിയായി സൂപ്പർ ഹിറ്റായി തന്നെ ഈ ചിത്രം തീരട്ടെ. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ നേരുന്നതിനുവേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മറ്റൊരു പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയെ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൽപ്പറ്റയിൽ പോയിരുന്നു. അപ്പോൾ ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, ഈ ലിസ്റ്റിൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടല്ലോ, ബോവനും മോളിൽ പട്ടിയെ പോലെ ഫുൾ ടൈം ലിസ്റ്റിൻ്റെ പുറകെ കിടക്കുന്നു. ശരിയാണല്ലേ? പട്ടിയാണോ? അപ്പം എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് എൻ്റെ പ്രാർത്ഥന ഒരുപാടുള്ളൊരു സിനിമയാണിത്. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ എല്ലാ സിനിമകളും വൻ വിജയമായ മാത്രമേ എനിക്കും പിടിച്ചേക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു. നാസർ ലത്തീഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു നല്ല വേദി, ഒരു വലിയ വേദി. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈസ് ഗോട്ട് ദ ഗട്ട്സ്. 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചെറുപ്പക്കാരന് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ടേക്ക് 100 സിനിമ തയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിനയ പറഞ്ഞ പോലെ തന്നെ മുതലാളി ശരിയാണ്. നമ്മുടെയൊക്കെ ഞാനൊക്കെ വന്ന കാലഘട്ടം 75-ലൊക്കെ പ്രൊഡ്യൂസറിന് മുതലാളി എന്ന് തന്നെ വിളിക്കായിരുന്നു. ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത്. ഇനിവേ ഒരു വലിയ മുതലാളിയാണ് അദ്ദേഹം. എല്ലാവിധ ആശംസകളും നേർന്നു. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദ ടെക്നിക്കൽ ടീം ആസ് വെൽ ആസ് ഓൾ ദ ആക്ടേഴ്സ്, എവറിബഡി. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രാർത്ഥനകളും നല്ല കണ്ടന്റുകൾ നോക്കി പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ് ലിസ്റ്റിൻ ചേട്ടൻ. അപ്പോൾ ഇതും ഒരു ഗംഭീര സാധനമായിരിക്കും. നന്നാവട്ടെ. പ്രാർത്ഥനകൾ. താങ്ക് യു. താങ്ക് യു സാർ. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചിത്രത്തിന്റെ തന്നെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ പൗളി ചേച്ചി എന്ന് സ്വാഗതം ചെയ്യുന്നു. പൗളി വിൽസൺ, ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ചേച്ചി ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നീണ്ട കാത്തിരിപ്പോടുകൂടിയാണ് സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത്. നാളെ തുടങ്ങണതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന തമ്പിനെ തന്നെ വിളിക്കാം അല്ലേ? അങ്ങനെ ഒരു സംവിധായകൻ നമുക്കുണ്ടായതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളെ ഈ കഥയും കേട്ടുകൊണ്ട് കാത്തിരിക്കണത്. ബിജുവിൻ്റെ കൂടെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയും കൂടി ചെയ്യാനൊരു അവസരം കിട്ടിയതിലും വളരെ സന്തോഷം. പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിനുണ്ടാവണമെന്ന് പറയുകയാണ്.
താങ്ക് യു ജഡ്ജി. ആശംസകൾ നേരുന്നതിന് വേണ്ടി ആഷിഖ് ഖാദിലിനെ ഞാൻ ഖാലിദിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമലിൻ്റെ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം നന്ദി. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും. താങ്ക് യു സാർ. 2 വാക്കിൽ ആശംസിച്ച് കളഞ്ഞു, കുഴപ്പമില്ല. ആശംസ നേരുന്നതിന് ഞാൻ ഗണപതിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗണപതി കയ്യടി കൊടുക്കുന്നു. എന്താണ് സാഹിത്യം? മാജിക് ഫ്രെയിംസിൻ്റെ 35ാമത്തെ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ബീച്ചറിൻ്റെ കൂടെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത്. സന്തോഷം. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൽ ഒരാളായ ജോസഫ് വിജീഷ് ഒരുപാട് കാലമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരു സിനിമയാണെന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. പിന്നെ തമ്പി 1 കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിൽ വളരെയധികം സന്തോഷം. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ദിനേശ് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദിനേശ് ചേട്ടൻ ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട താരം ദിനേശ്. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിൻ ബ്രദറിൻ്റെ 35ാമത്തെ സിനിമയ്ക്കും ഇനി വരാനിരിക്കുന്ന സിനിമയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു. നമ്മുടെ സ്വന്തം സാജി ചേട്ടൻ, കവിതാ തിയേറ്ററിൻ്റെ എല്ലാമായ സാജി ചേട്ടനെ ഞാൻ ആശംസകൾ നേരുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ലിസ്റ്റിൻ്റെ 35ാമത്തെ സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ. താങ്ക് യു. നമ്മുടെ നിരവധി ചിത്രങ്ങളിൽ നമുക്ക് അറിയാം, സിനിമ കാണുമ്പോൾ നമുക്കറിയാം പേരുകൾ ഇങ്ങനെ എഴുതി കാണിക്കും. വസ്ത്രാലങ്കാരം, സ്റ്റെഫി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനോഹരമായൊരു സിനിമ സമ്മാനിച്ച ഒരു സംവിധായക കൂടിയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടി എടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. ഇവിടെ ഒരു ഫോർമൽ വിഷസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മാജിക് ഫ്രെയിംസ് എനിക്ക് ഫാമിലി പോലെയാണ്. പിന്നെ തമ്പി നാളെ എത്ര സിനിമ ചെയ്താലും ആദ്യത്തെ സിനിമയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇനി എത്ര 100 പടം ചെയ്താലും കിട്ടൂല. സോ എൻജോയ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ഇനി എൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, പ്രേമലു എന്ന ചിത്രത്തിൽ വിളിക്കാം, കയ്യടി കൊടുക്കുക. എന്താണ്? ഓക്കെ, വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഷാം. ഇതിൽ നിന്നൊരു മോചനമില്ല. എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് പേരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലിസ്റ്റൻ ചേട്ടൻ്റെ കഴിഞ്ഞ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആമിറിൻ്റെ പടം ഈടി. പിന്നെ വേറൊരു പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ പറയാറുണ്ട് എനിക്ക് ഡേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിശ്വാസം നേരുന്നു. ബീച്ചേട്ടനെ ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് ബീച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രൊമോഷൻ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആദ്യമായിട്ടാണ് അല്ലാണ്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്ടർ തമ്പി ബ്രോയ്ക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഫുൾ ടീമിന് എൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആശംസകൾ നേരുന്നതിന് വേണ്ടി ഞാൻ അഖില ഭാർഗവനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലുള്ള ഈ പടത്തിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ, ഇത്രയും നല്ലൊരു ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു. ആശംസ നേരുന്നതിന് പാർവതിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോൾ ലിസ്റ്റൻ ചേട്ടനെ ആയാലും ബീച്ചേട്ടനെ ആണെങ്കിലും വിനീത് ചേട്ടനൊക്കെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും എനിക്കിത് വലിയൊരു ഭയങ്കര ഇവരെല്ലാവരെക്കാളും ഭയങ്കര സന്തോഷം എനിക്കാണ് കൂടുതൽ ഉണ്ടാവുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ലിസ്റ്റൻ ചേട്ടാ. ആൻഡ് അമൽ ചേട്ടൻ്റെയും ആദ്യത്തെ സിനിമയാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് അമൽ ചേട്ടാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ കോഴിക്കോട് നിന്ന് മറ്റൊരു സംവിധായകൻ മലയാള സിനിമയ്ക്ക് വരുന്നു. ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അമൽ ഷിര തമ്പി. എല്ലാവർക്കും നന്ദി. പ്രയത്നം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വളരെ സത്യസന്ധമായിട്ട് പറയണം, ആ പുറകെ നിൽക്കുന്നതിൽ 3 പേരും എൻ്റെ കൂട്ടുകാരാണ്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണേ. എൻ്റെ അപ്പം വന്നിട്ടുണ്ട്, എൻ്റെ കോളേജിൽ എൻ്റെ HOD രേഷ്മ മാം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള കണ്ടമാനം പേരോട് വന്നു ചേർന്നിട്ടുണ്ട്. വന്നു ചേർന്ന എല്ലാവരോടും നന്ദി. ആരെയും നിരുത്സാഹപ്പെടുത്തില്ല. എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ചിത്രം ഉണ്ടാകും. താങ്ക് യു. ഈ ചിത്രത്തിൻ്റെ ക്യാമറമാൻ DOP സജിത് പുരുഷനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ്.
പടത്തിൽ നല്ലൊരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈമാണ് മാജിക് ഫ്രെയിംസിൻ്റെ പ്രോജക്റ്റുകൾ ചെയ്യാൻ വരുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രോജക്റ്റുകളിലും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ആശംസകൾ നേരുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന മാജിക് ഫ്രെയിംസിൻ്റെ മറ്റൊരു ചിത്രമാണ് സുരാജേട്ടൻ ഹീറോ ആയിട്ടുള്ള ചിത്രം. നമുക്കെല്ലാവർക്കും അറിയാം, ഉടൻ റിലീസാണ്. ചിത്രത്തിന്റെ സംവിധായകൻ അമീർ പള്ളിക്കലിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നൊരു കൈയടി കൊടുത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. എൻ്റെ സിനിമ ED നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ 31ാമത്തെ പ്രൊഡക്ഷനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 5 മാസങ്ങൾക്കകം തന്നെ 6ഓളം സിനിമകൾ അനൗൺസ് ചെയ്തതും അല്ലാത്തതുമായി ഇപ്പോൾ 35ാമത്തെ പ്രൊഡക്ഷനിലെ പൂജയിലാണ് നമ്മളുള്ളത്. വിജയേട്ടൻ നമുക്ക് ഇതിനു മുമ്പ് നമ്മളെല്ലാവരെയും പല റോളുകൾ ചെയ്ത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെല്ലാം അമ്പരിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ സിനിമയും നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സിനിമയായി മാറുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും ക്യാമറയും ഇത്രയും ആൾക്കാരെയും കണ്ടതുകൊണ്ട് നമ്മുടെ സിനിമ, ഒരു കൊച്ചു സിനിമ ED ഡിസംബർ 20-ാം തീയതി റിലീസാവുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. 35ാമത്തെ മാജിക് ഫ്രെയിംസിന്റെ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ജോസഫ് വിജീഷ് എന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഞാൻ ആദരപൂർവ്വം അത് സ്വാഗതം ചെയ്യുന്നു. ജോസഫ് വിജീഷ് ആൻഡ് തമ്പി രണ്ടുപേരും ചേർന്നാണ് ജോസഫ് വിജീഷ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം. കൈയ്യടി കൊടുക്കാം. എന്താ പറയണമെന്ന് അറിയില്ല. ആക്ച്വലി എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര. വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. പിന്നെ എന്താ പറയുക, എല്ലാവരും കൂടെ ഉണ്ടാവണം. പടം റിലീസായി വിജയിപ്പിക്കണം എന്ന് വരെ ഇപ്പോൾ പറയുന്നു. എന്താ പറയണമെന്ന് അറിയില്ല ആക്ച്വലി. താങ്ക് യു. ഇതിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. കാരണം ഡിക്സൺ ചേട്ടൻ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡിക്സൺ ചേട്ടൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി രൂപമാകട്ടെ. ഞങ്ങളുടെ ഈ സിനിമയിൽ ഈ ക്രൂവിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളാണ് ഡിക്സൺ. ആ ഡിക്സനാണ് അതിൻ്റെ നിർമ്മാണ നിർവഹണം നടത്തുന്നത്. അപ്പോൾ ഡിക്സൺ എന്തെങ്കിലും പറയണം. ശബ്ദം കേൾക്കണം. വിജയുടെ പറഞ്ഞ ശബ്ദം കേൾക്കണം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. വന്നതിലും എല്ലാവരും കാണാൻ പറ്റിയതിലും നന്ദി പറയുന്നു. താങ്ക് യു. മൈക്ക് എറിഞ്ഞിട്ട് പോകുന്ന വിചാരിച്ചു, ഒറ്റ എറിഞ്ഞു കൊടുത്തിട്ട്. ഓക്കെ, നമ്മുടെ ഈ ചിത്രത്തിന്റെ ലിസ്റ്റ് ചേട്ടനൊപ്പം എനിക്കൊന്ന് പല ചിത്രങ്ങളും മാജിക് ഫ്രെയിംസിനൊപ്പം നിൽക്കുന്ന മറ്റൊരാളാണ് സന്തോഷ് ചേട്ടൻ. ഞാൻ സന്തോഷ് ചേട്ടനെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു കൈയടി കൊടുത്തോണ്ട് നമുക്ക് സന്തോഷ് ചേട്ടനെ. അദ്ദേഹം ഇപ്പോൾ ഒരു നടൻ കൂടിയാണ്, ഞങ്ങളുടെയൊക്കെ വേഷം തട്ടിയെടുത്തുകൊണ്ട് സ്വന്തമായിട്ട് അഭിനയിക്കുക കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ചിത്രത്തിന്റെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇനി നമ്മുടെ മറ്റു ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആശംസകൾ എല്ലാവരും നേർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത്. സ്വിച്ച് ഓൺ നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ 35ാമത് ചിത്രത്തിന്റെ ഫസ്റ്റ് ക്ലാപ്പിലേക്കും സ്വിച്ച് ഓൺ കർമ്മത്തിലേക്കും നടക്കുകയാണ്. നമ്മുടെ തമ്പി സാറ് രേഷ്മ മേഡം രണ്ടുപേരും ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു.
നമുക്ക് ഒന്നിച്ച് ഇതിൽ പങ്കാളികളാകാം. എല്ലാവരും ചേർന്ന് ഫസ്റ്റ് ക്ലാബിന് വിനീത മേളമാണ് ചെയ്യുന്നത്. ഒന്നിച്ച് പുതിയ ചിത്രത്തിന് തുടക്കം. ക്രിസ്ത്യൻ ചേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഏറ്റുവാങ്ങാം. അത് നമ്മുടെ മലയാളത്തിന്റെ പുതിയ ഡയറക്ടർ സംവിധായകൻ അമൽ ശീല തമ്പി അത് ഏറ്റുവാങ്ങുന്നതിലൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് മലയാളത്തിന്റെ പുതിയൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് ഈ ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പുതിയ ചിത്രത്തിന്റെ സംവിധായകൻ, മലയാള സിനിമയുടെ സംവിധായകൻ ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, അമൽ ശീല തമ്പിയോടൊപ്പം 3 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി എന്ന മാജിക് ഫ്രെയിംസിന്റെ മറ്റൊരു സഹോദര സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് നമ്മൾ ഈ സിനിമയിലേക്ക് അവരെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ 3 പേരെ ഒന്ന് ഈ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സൗരവ്, സോബിൻ, ശ്യാം മോഹൻ. ഒന്നൊരു ഓടിയോ പെട്ടെന്ന് ഒരു കൈയടി കൊടുത്തോടെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമിയിലെ പുതിയ താരോദയങ്ങൾ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന 3 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അതിൽ നിന്നാണ് മലയാള സിനിമയ്ക്ക് പുതിയ താരങ്ങൾ ഉണ്ടാകാൻ പോകുന്ന 3 പേരുണ്ടാവുക. സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമിയിൽ നിന്ന് വരുന്ന സൗരവ്, സോബിൻ, ശ്യാം മോഹൻ 3 പേര്. ഒരു കൈയടി കൊടുക്കാം. നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങുകളൊക്കെ ഏകദേശം പൂർത്തി. ഇനി ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അത് LED വാളിലാണ് കാണുന്നത്. ഞാൻ വിശിഷ്ടാതികൾ എല്ലാവരും ആ ചെയറുകളിലേക്ക് വീണ്ടും ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നത് എനിവേ ആ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ബീച്ചറിനെയും കൂടെ ഒന്ന് ക്ഷണിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ടൈറ്റിൽ ക്യാരക്ടർ. പേര് അവറാച്ചൻ. ഇനി ഞാൻ ഗണപതിനെയും കൂടെ ഒന്ന് ക്ഷണിക്കുവാണ്. ഇത് ജയ്മോൻ അവറാച്ചന്റെ മകനാണ്. ഒരു മകനൂടെ ഉണ്ട്, ശ്രീനാഥ് ബാസി. പുള്ളി എന്തോ ഒരു ബിസി ആയിട്ട് ടൈറ്റിൽ ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ പുള്ളി വന്നില്ല. എനിവേ ടൈറ്റിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അവറാച്ചൻ ടൈറ്റിൽ ക്യാരക്ടറാണ്. ഓക്കെ അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങുകളൊക്കെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ഇന്നത്തെ ഈ മനോഹരമായ നിമിഷം പുതിയൊരു 35ാമത്തെ ചിത്രം ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തു. അവറാച്ചൻ ആൻഡ് സൺസ്. ഒരു കൈയടി കൊടുക്കാം എല്ലാവരും ചേർന്ന്. ഇതിനൊരു വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാത്തിരിക്കുന്നത്. സ്വന്തം സാജൻ പള്ളുരുത്തി ഇവിടെയുണ്ട്. സാജേട്ടനെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. സാജേട്ടൻ ക്യാമറയുടെ അടുത്തേക്ക്. ദിനേശ് ചേട്ടാ, ഗണപതി എല്ലാവരും ഒന്ന് അടുത്തടുത്തേക്ക്. ചേട്ടാ കയറി ചേട്ടാ. കൈയടി കൊടുക്കും എല്ലാവരും ചേർന്ന്. പുതിയ 35ാമത്തെ മാജിക് ഫ്രെയിംസിന്റെ 35ാമത്തെ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളാണ് നടക്കുന്നത്. കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആളുകളുടെ കൂട്ടായ്മയാണ്. ഒരാളുടെ കയ്യിലുള്ള പണം നിരവധി ആളുകളിലേക്ക് എത്തുകയും പിന്നെ അതിൽ കൂടുതൽ ആളുകളിൽ നിന്നും തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കമ്പനിയിൽ ഒരു സിനിമയിൽ എത്തുന്നത്. അതിനെ വിളിച്ചതിലും നല്ലൊരു വേഷം തന്നതിലും വളരെയധികം സന്തോഷം. എൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ ടെക്നീഷ്യന്മാരും എല്ലാം ഒരേ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്ത് അതിൻ്റെ യാത്ര ഗംഭീരമാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അത് ആ പ്രാർത്ഥനയ്ക്കൊപ്പം ഞാനും ഉണ്ടാകും. താങ്ക് യു വെരി മച്ച്. എനിക്കൊന്ന് സാജേട്ടൻ വന്ന സ്ഥിതിക്ക് സാജേട്ടൻ നമുക്കറിയാം പ്രാസമൊക്കെ വെച്ച് സംസാരിക്കുന്നതാണ്. ഒന്ന് കേൾക്കാൻ വേണ്ടി കേൾക്കണോ വേണമെന്നുള്ള കയ്യടി കൊടുക്ക്. സാജേട്ടൻ ഒന്ന് നമുക്ക് വേണ്ടി ഒരു ചെറിയ. ഈ
ജിൻഡോക്ക് തുടങ്ങാൻ വേണ്ടിയാണ് ആദ്യ ഒരാളെ ഇരയാക്കുന്നത്. ഇനി ജിൻഡോ അർമാദിക്കാൻ തുടങ്ങാൻ പോവുക. ഒത്തിരി വേദികളിൽ ജിൻഡോ ആയിട്ട് ഞാൻ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേജിലൂടെയാണ് കൂടുതലും അംഗം വെട്ടിയിട്ടുള്ളത്. സിനിമകൾ അത്രയും വേദികളുടെ അത്രയൊന്നും നമ്മൾ സിനിമ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സ്റ്റേജ് കലാകാരി ചേച്ചി അടക്കമുള്ള ആളുകൾ, ഞാൻ പലപ്പോഴും പലയിടത്തുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 10-30 കൊല്ലം മുമ്പ് ലാലേട്ടൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, ലാലേട്ടൻ്റെ സിനിമകളൊക്കെ അവൻ കാണാപ്പടം പറയണത് കേട്ടില്ലേ. ഞാൻ 29 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടം വരെയുള്ള സിനിമകൾ തീർത്തതാണ്. പക്ഷേ അതിനുശേഷം പിന്നീടും യാത്ര തുടർന്നു. ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളത് ഓരോ സിനിമ നടന്മാരെ കുറിച്ചും ഞാൻ പാട്ടെഴുതിയിട്ടുണ്ട്. ലാലേട്ടനെ കുറിച്ചും മമ്മൂക്കയെ കുറിച്ചും ചാക്കോച്ചനെ ഇരുത്തിക്കൊണ്ട് ചാക്കോച്ചൻ്റെ പാട്ടുകൾ, ദിലീപിൻ്റെത്, ജയറാമേട്ടൻ്റെത്, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അതിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനും മമ്മൂക്കയും ചേർന്ന് അഭിനയിച്ച അല്ലെങ്കിൽ അവരുടെ യാത്ര ഒരു 200 പേജിൻ്റെ പുസ്തകത്തിൽ എഴുതിയാൽ പോലും തീരില്ല. അപ്പം അവരുടെ സിനിമകളുടെ ഒരു ഘോഷയാത്ര ഞാൻ പെട്ടെന്ന് ഒരു താളത്തിൽ കേൾപ്പിക്കാം. ചെറിയൊരു താളത്തിൽ മുട്ടുന്നു എന്തോ ഇല്ലെങ്കിൽ ചെറിയൊരു കൈയടിയായ മതി. അതിൽ ലാലേട്ടൻ്റെ സിനിമകളാണ് തുടങ്ങുന്നത്. സിനിമകൾ പാടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഏതൊക്കെ സിനിമകളാണ് നമുക്ക് ലാലേട്ടനും കൂടി അഭിനയിച്ചു കൂട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, വിസ്മയത്തുമ്പത്തിരുന്ന് വഴിയോര കാഴ്ചകൾ കാണുന്നു ഒന്നാമൻ. നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, വിസ്മയത്തുമ്പത്തിരുന്ന് വഴിയോര കാഴ്ചകൾ കാണുന്നു ഒന്നാമൻ. ദൂരെ ദൂരെയൊരു കൂടുകൂട്ടാ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, നാടോടിയ മരനാട്ട് രാജാവിനി നാടുവാടി നൽകി ചെങ്കോലി. വർണ്ണപ്പകിട്ടുള്ള താളവട്ടം കണ്ട് എന്റെ മുഖങ്ങൾ പൂവണിക്കും, റോക്കൊണ്ടോളാടുന്നു ദേവദൂതൻ, കാലപ്പാനി അടിക്കുന്നു പാലേട്ടൻ. ശ്രദ്ധയോടെ ഫോട്ടോഗ്രാഫർ എടുത്തിട്ടും ചിത്രത്തിൽ ഫ്ലാഷിന്റെ മിന്നാരം, സാഗരലിയാസ് ചാക്കിക്ക് വന്ദനം, അഗ്നിദേവൻ ഭഗവാനുദനം. തെന്മാവിൻ കൊമ്പത്തിരുന്ന് കൂടും തേടിയാട്ട കലാശം എന്റെ പുണ്ണി, ഓർക്കപ്പുറത്ത് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യനിക്ക്. താഴ്വരത്തെട്ടിപ്പി ബാലഗോപാലന്റെ ജീവന്റെ ജീവന ശോഭരാജേ, ഈ ഓട്ടം ഓടിച്ച മാടമ്പി വടക്ക് നാഥനെ എങ്ങനെ നീ മറക്കും. അഞ്ചിലിടത്ത് ചുണ്ടന്റെ പരുന്ത്, പട്ടണത്തിൽ ഭൂതമായ പളുങ്ക്, ചട്ടമ്പി നാടിന്റെ ഹിറ്ററാണ്, ബസ് കണ്ടക്ടറാണ് എന്റെ അണ്ണൻ തമ്പി. 1921 സ്ഫോടനത്തിൽ വീണ്ടും കുട്ടേട്ടൻ ദുബായിന്ന് വന്നപ്പോ വല്യേട്ടനു വാങ്ങി ജോണി വാക്കർ. 1921 സ്ഫോടനത്തിൽ വീണ്ടും കുട്ടേട്ടൻ ദുബായിന്ന് വന്നപ്പോ വല്യേട്ടനു വാങ്ങി ജോണി വാക്കർ. കുട്ടിയഴകൻ പഴശ്ശിരാജ ബെസ്റ്റക്കറ രാക്ഷസ രാജാവ, അയ്യർ ദി ഗ്രേറ്റ് ആണ് കിങ്ങാണ്, സൂര്യമാനസം കണ്ട യുഗപുരുഷൻ. അയ്യർ ദി ഗ്രേറ്റ് ആണ് കിങ്ങാണ്, സൂര്യമാനസം കണ്ട യുഗപുരുഷൻ. അയ്യർ ദി ഗ്രേറ്റ് ആണ് കിങ്ങാണ്, സൂര്യമാനസം കണ്ട യുഗപുരുഷൻ. ഒരു നോക്കു കാണാൻ വന്നു നസ്രാണി, മഴയത്ത് മുമ്പേ എത്തി മായാവി. നായർ സാബും വന്നു മായ ബസാറിന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസും. ഒരു നോക്കു കാണാൻ വന്നു നസ്രാണി, മഴയത്ത് മുമ്പേ എത്തി മായാവി. നായർ സാബും വന്നു മായ ബസാറിന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസും, പപ്പയുടെ സ്വന്തം അപ്പൂസും, പപ്പയുടെ സ്വന്തം അപ്പൂസും. താങ്ക് യു. ഒരു കൈയടി കൊടുക്കാൻ ഞാനൊന്ന് അവരെ ആശംസയായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് സാറിനെ ഞാൻ ഒരു ആശംസയ്ക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയടി കൊടുത്തുകൊണ്ട് സന്ദീപ് സാറിനെ കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലിസ്റ്റിൻ്റെ 35ാമത്തെ സിനിമ. ഈ പറയുന്ന പോലെ ലിസ്റ്റിനൊരു അത്ഭുതമാണ്. മലയാള സിനിമയിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ വന്ന ഈ പറഞ്ഞതുപോലെ 37 സിനിമ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് അല്ല, ഇത് നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അറ്റ് ദിസ് ജംഗ്ഷൻ ഇത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതും ചില്ലറ താരങ്ങളെ വെച്ചല്ല മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമകൾ ചെയ്യുന്നത്. പിന്നെ അവനിങ്ങനെ കോമഡി അടിച്ചൊക്കെ ഇരിക്കുമെങ്കിലും ആൾ നല്ല വളരെ വളരെ നോക്കിയും കണ്ടും സിനിമ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല കാര്യം. നമുക്ക് ഈ പറഞ്ഞ സക്സസ്ഫുൾ ആൾക്കാർക്ക് എപ്പോഴും കോമഡി ഒരു ആയുധം. ഇവൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഇവൻ അടിക്കുന്ന കോമഡിയാണ്. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു ഇതാണ്. അതിൻ്റെ കൂടെ
പ്രശസ്ത നടൻ ബിജു മേനനും സൽസ്വഭാവിയായ ശ്രീനാഥ് ബാസിയും ഗണപതിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊരു ഗംഭീര വിജയമാവട്ടെ, ഒരു നല്ലൊരു വിജയം വീണ്ടും മാജിക് ഫ്രെയിംസിന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.